ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്ഥലം നോക്കിയിട്ട് പറ അച്ഛൻ എവിടെയാന്ന് പറ. പ്രൈസ് ദി ലോർഡ്. അട്ടപ്പാടിയിൽ നമ്മളുടെ സ്വന്തം സ്ഥലത്ത് കർത്താവിന്റെ കരയിൽ എത്തിച്ചേർന്നു കേട്ടോ. സുഖമായിരിക്കുന്നു. അഭിഷേകത്തിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടി പോകുക. അതിന് മുമ്പ് തന്നെ ടോക്കൺ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇന്ന് കഴിഞ്ഞ ദിവസത്തിന് സമയം വൈകണ്ട. കുഞ്ഞുങ്ങള് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് നിങ്ങൾ അഭിഷേകന്റെ റെക്കോർഡിങ്ങിന് വേണ്ടി നിങ്ങളൊന്ന് മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കും കേട്ടോ. ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പൊ ഈ പ്രാർത്ഥന എനിക്ക് കിട്ടുമെന്ന് കർത്താവിന് മുൻകൂട്ടി അറിയാമല്ലോ, ടോക്ക് നേരത്തെ എടുത്താണെങ്കിലും. അതുകൊണ്ട് അഭിഷേകാന്തി കർത്താവിനെ അനുഗ്രഹിക്കും, ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കുഞ്ഞുങ്ങളെ മാത്രമല്ല വലിയ കുഞ്ഞുങ്ങളെയും ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ. നന്മ പറഞ്ഞ ചില നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഈ സ്വഭാവം പിശാചിന്റേതാണേ. ഹല്ലേലൂയ. ചിലപ്പോൾ ചില സംഗതികളൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഇതിങ്ങനത്തെ വലിയ ഏടാകൂടമായിരുന്നോ, ഇത് പ്രശ്നമായിരുന്നോ നമ്മൾ ഓർക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് നമ്മളെ അല്ല വെച്ച് മാറി എടുത്തോണ്ട് വന്നതാ എന്നൊക്കെ ചിലപ്പോൾ പറയല്ലേ. സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ പേനയൊക്കെ ചിലപ്പോൾ ചില മനഃപൂർവ്വമായിരിക്കും. അപ്പോ എന്ന് പറഞ്ഞതുപോലെ ഇനി മാറണ്ട. ഈ സ്വഭാവം പിശാചിന്റെ സക്കറിയ പ്രവചനത്തിൽ 3:1 ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 3:1 അതിനെങ്ങനെയാണ്? പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. സക്കറിയ പ്രവാചകന് കർത്താവ് വലിയൊരു ദർശനം കാണിച്ചു കൊടുക്കുക. അതിന് പറയാ, കർത്താവിന്റെ ദൂതന്റെ മുൻപിൽ പ്രധാന പുരോഹിതൻ ജോഷുവ എങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഓർക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ന്യായവിധിയുടെ സമയത്ത് ഇങ്ങനൊരു തരം നിപ്പുണ്ട്. കർത്താവിന്റെ മുൻപിലാണ്, ദൂതന്മാരുടെ അകമ്പടിയിലാണ്. നമ്മുടെ കാവൽമാലാഖയൊക്കെ നമുക്ക് അല്ലെ സാക്ഷി പറയാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന ഒരു രംഗം, ന്യായവിധി കോടതിയൊക്കെ ഒന്ന് ഭാവനെ കണ്ടു നോക്ക്. എന്നിട്ട് പറയുകയാണ്, അപ്പൊ നോക്കിയാൽ സാത്താൻ നിൽക്കുകയാണ്. എന്താണെന്നറിയാം, എങ്ങനെയെങ്കിലും ജോഷുവയെ കുറ്റമാരാം. പക്ഷെ വിജയിക്കുന്നില്ല. അതൊന്നെല്ലാം തള്ളിപ്പോയി, കേസ് തള്ളിപ്പോയി. കർത്താവ് അവനെ നല്ല വിശുദ്ധിയുടെ വസ്ത്രമൊക്കെ അണിയിച്ച് സ്വർഗത്തിലേക്ക് ജോഷുവ പ്രധാന പുരോഹിതനെ കയറ്റുന്ന രംഗമാണ്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമെന്ന് നമ്മൾ ഓർക്കണം. ഈശോയ്ക്കൊക്കെ മുമ്പ് എത്രയോ നൂറ്റാണ്ടുമൊക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലേ. ഇപ്പൊ ദാനിയേൽ പ്രവചനത്തിലെ വെളിപ്പെടുത്തലുകള് അതേപോലെ തന്നെയല്ലേ വെളിപാട് പുസ്തകത്തിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്റെ സഹോദരങ്ങളെ, ഈശോ വരുന്നതിന് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതെല്ലാം പറഞ്ഞിട്ടു. ഈശോ വന്നപ്പോ എല്ലാം ഈശോ തന്നെ പറഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കണം. ബൈബിൾ എന്ന് പറയുന്നത് വെറുതെ ഒരു തോന്നിപ്പല്ല, അതൊരു ഹിസ്റ്ററിയും കൂടിയുണ്ട്, അതിനൊരു ക്രൊണോളജി ഉണ്ട്, അതിനൊരു എല്ലാം ഉണ്ട് എന്റെ സഹോദരങ്ങൾ. എല്ലാം ചുമ്മാ പല പേര് എഴുതി വെച്ചൊന്നുമല്ല. അങ്ങനെയൊക്കെ ചില ആൾക്കാർ യുക്തിവാദ നിരീശ്വരവാദികളൊക്കെ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് പറഞ്ഞ സ്വർഗത്തെ കുറിച്ച് ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ്, അതൊക്കെ കണ്ട് ജീവിക്കുക. പഴയ നിയമത്തിൽ അങ്ങനെ കണ്ട് ജീവിച്ചിരുന്നവർക്കെല്ലാം ഈശോനെ കാണാൻ അനുഭവിക്കാനൊക്കെ പറ്റി. ഇനി അടുത്തതിലേക്ക് നമ്മൾ ജീവിക്കേണ്ട സാഹചര്യം. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഈ കുറ്റാരോപണം നമ്മുടെ സ്വഭാവം പിശാചിന്റേതാണെന്ന് മനസ്സിലാക്കണം. വെളിപാടിന്റെ പുസ്തകത്തിൽ ഇതേ വചനം വെളിപ്പെടുന്നുണ്ട്. കുറ്റാരോപണം പിശാചിന്റെയാണ്. സകല യൂദാസിന്റെ ലേഖനത്തിൽ പിശാചിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് കുറ്റാരോപണമാണ്. നിങ്ങൾ ജോബിനെ കുറിച്ച് കുറ്റാരോപണം നടത്താൻ വേണ്ടി കർത്താവിന്റെ സന്നിധി ചെന്നത് പിശാചാണ്. എപ്പോഴും അതുകൊണ്ട് ലൂക്ക 6:37 ലൂക്ക 6 എനിവേ അവിടെ പറയാ കുറ്റാരോപണം അരുത്. അപ്പൊ നമുക്ക് എപ്പോഴും എല്ലാത്തിനും ഈ കുറ്റം മറ്റുള്ളവരെ ആലോചിച്ച് അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈശോ ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കുക. കുറ്റാരോപണം എന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരു ഇച്ചിരി മറ്റവനുണ്ട്. ഹല്ലേലൂയാ. അതൊന്നും പോകരുത് കേട്ടോ. ആരെ കുറിച്ച് അതുകൊണ്ട് നല്ലൊരു വചനം പറഞ്ഞു, അത് ഒരു ദിവസം എഴുതേക്കാം. ആരെ കുറിച്ച് തിന്മ പറയാതിരിക്കാനും അങ്ങനെ വചനമുണ്ട്. പൗലോസിനെ പറയുന്നു, ഒരു മനുഷ്യനെ കുറിച്ച് തിന്മ പറയും, നന്മ പറയും. ഹല്ലേലൂയാ. ഇപ്പൊ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് വരും അല്ലേ. നിങ്ങൾ എന്തിച്ചു നോക്കിയേ, ദൈവം എപ്പോഴെങ്കിലും കുറ്റപ്പെടുത്തിയൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പറ. ഇത്രയും പാപം ചെയ്തിട്ടുണ്ട്, ദൈവം എപ്പോഴെങ്കിലും കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടോ? പറ അല്ലേ. ചിന്തിച്ചു നോക്കിയേ. കാരണം എന്താ, നീ മടങ്ങി വരുമെന്ന് കർത്താവിന് അറിയാം കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, നന്ദി പറയുന്നു. വലിയ പരിശുദ്ധാത്മാംശം കൃപയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ പൈശാചികളും അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളെ തടസ്സങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ഞാട്ടി പായിക്കുന്നു. ദൈവത്തിന്റെ കൃപ ശക്തമായി നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമായി നിറയട്ടെ. കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ രക്തത്താൽ, കർത്താവിന്റെ വചനത്താൽ, കർത്താവിന്റെ കുരിശിന്റെ അടുത്താൽ മുദ്രയിടുന്നു. കുറ്റാരോപണം വന്ന തിന്മ വേരോടെ പറഞ്ഞു പോട്ടെ. കർത്താവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവേ, വലിയ ഒരു കൃപയുടെ ഉറവയുണ്ടാകട്ടെ. കർത്താവേ, എന്റെ പിതാവേ, മനസ്സറിഞ്ഞ് ഇവരുടെ കുടുംബങ്ങളെ നിയമങ്ങളെല്ലാരെയും
കർത്താവ് അവരുടെ എല്ലാ മേഖലകളെയും ആശീർവദിക്കുന്ന നല്ലത് വരട്ടെ. ഈ ഒരു വചനത്തിന്റെ ഒരു കൃപ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. എന്റെ പിതാവേ കാരണം മനസ്സാർ ഈ ഒരു തിന്മ കുടുംബങ്ങളിൽ വേര് പറഞ്ഞു പോയി നന്മ പറയുന്ന സ്വഭാവം വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.